ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് വർക്കിന് ഇവിടെ വരാൻ പറ്റുമോ, അത് സ്കിൽഡ് വർക്കിന് മാത്രമാണ് വരാൻ പറ്റുക, അതുപോലെ ഏജൻസി ത്രൂ ആണ് വരാൻ പറ്റുക, ഏജൻസി ഇല്ലാതെ വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, അതുപോലെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഗൾഫിൽ UAE-യിലുള്ളവരും അതുപോലെ നാട്ടിലുള്ളവരും എന്താ ചെയ്യണ്ടേ, ഏജൻസി സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനും കൂടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് വർക്കിന് വരാൻ പറ്റും. ഞാൻ പോളണ്ടിലെ മാത്രം കാര്യമല്ല പറയുന്നു, ഞാൻ പൊതുവെ യൂറോപ്പ് മൊത്തമുള്ള കാര്യം പറയുന്നു. പോളണ്ടിൽ ഇപ്പോൾ VFS ഇഷ്യൂ ഉണ്ട്, അത് ലോട്ടോയാണ്, VFS കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അൺസ്കിൽഡ് വർക്കിന് നാട്ടിൽ നിന്ന് വരാൻ പറ്റും, അത് ഉറപ്പാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ എൻ്റെ കൂട്ടുകാർ നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് വർക്കിന് കയറി വന്നിട്ടുള്ളവരാണ്. ഡയറക്റ്റ് വെയർ ഹൗസിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ സീസണൽ ബേസിക്ക് വർക്കിന് കയറി വന്നിട്ടുള്ള കൂട്ടുകാരുണ്ട്. ഡെലിവറിക്ക് കയറി വന്നിട്ടുള്ള കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് വർക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അൺസ്കിൽഡ് വർക്കിന് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. പക്ഷെ അവർ വന്നിട്ടുള്ളത് ഏജൻസി മുഖേനയാണ് അവർ വന്നിട്ടുള്ളത്. ഏജൻസികളൊന്നും ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഏജൻസി സജസ്റ്റ് ചെയ്ത് നിങ്ങൾ പൈസ കൊണ്ടുകൊടുത്ത് ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഏജൻസിയും കാര്യങ്ങളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ചിലവില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ജോലി കിട്ടും, അതാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അത് ഉറപ്പാണ്. അത് ഒരുപാട് പേര് പറയും കിട്ടില്ല, ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഇവിടെ ഉള്ളപ്പോൾ നാട്ടിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വാക്ക് കേട്ട് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലിരിക്കാനേ പറ്റുള്ളൂ, എവിടേക്ക് വരാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. ഈ സ്റ്റുഡൻസും ഇവരൊക്കെ ഉള്ളപ്പോൾ നാട്ടിൽ നിന്ന് ഈ ഏജൻസിക്കാർക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ലെറ്റർ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യണം, ഒരുപാട് അപ്ലൈ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഒരു അൺസ്കിൽഡ് ജോലി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, EU ജോബ് പോർട്ടൽ ഇങ്ങനത്തെ വെബ്സൈറ്റുകളിലൊക്കെ കയറി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ശരിയാവും. അങ്ങനെ ഡയറക്റ്റ് ജോലി കിട്ടിയിട്ടുള്ള ആളുകളുടെ വീഡിയോ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് ജോലി കിട്ടിയിട്ടുള്ള ആളുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ട്രൈ ചെയ്തിട്ട്, സ്കിൽഡ് അല്ലാണ്ടും അൺസ്കിൽഡ് വർക്കിനൊക്കെ. സ്കില്ലായിട്ട് വർക്ക് അറിയണ ഒരു സ്കില്ലായിട്ടുള്ള മേഖലയിൽ കൊടുത്താൽ മതി, അതാകുമ്പോൾ ഈസി ആയിട്ട് കിട്ടും, എളുപ്പം കിട്ടും. അതുപോലെ ലിങ്ക്ഡിൻ എനിക്ക് അറിയാവുന്ന വേക്കൻസീസ് എല്ലാതും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ. അപ്പോൾ അതിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തു. അപ്പോൾ അതിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. എനിക്കറിയാവുന്ന വേക്കൻസീസ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും ഈ ഹംഗറി, ലാത്വിയ, ക്രൊയേഷ്യ, റൊമാനിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും. പിന്നെ എല്ലാ രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് വർക്കിന് വരാൻ പറ്റുമോ എന്നുള്ളവർക്കുള്ള സംശയം ഞാൻ പറഞ്ഞാൽ വരാം. അൺസ്കിൽഡ് വർക്കിന് വരാം, സ്കില്ലായിട്ടുള്ള വർക്കിന് പിന്നെ എന്തായാലും വരാം. അപ്പോൾ ട്രൈ ചെയ്യുക. പിന്നെ ഏജൻസി അറിയുന്നവരാണെങ്കിൽ ഏജൻസിയിൽ കൊടുക്കണം നിർബന്ധമുള്ളവരാണെങ്കിൽ ഏജൻസി നല്ല ഏജൻസികളുണ്ടെന്നുണ്ടെങ്കിൽ ഏജൻസി ത്രൂ വരിക, പൈസയാവും. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലെയുള്ള സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യുക. മാക്സിമം ട്രൈ ചെയ്യുക. കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഇനി ഏത് വീഡിയോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഉള്ള വീഡിയോ ചെയ്യാം. അതുപോലെ എനിക്കറിയാവുന്ന വേക്കൻസികൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ഇതുപോലെയുള്ള വെബ്സൈറ്റുകളിൽ. അപ്പോൾ ഇനി നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇടുന്ന പോസ്റ്റുകൾ കാണാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.